ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ആണ്. മർദ്ദം എന്നുള്ളതാണ് ചാപ്റ്ററിന്റെ പേര്. അതായത് പ്രഷർ. അതാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. സയൻസിലാണ് വരുന്നത് പ്രഷർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഒരു ഫിഗർ ആണ് അല്ലെ, ഒരു ഡെയിലി ലൈഫ് സിറ്റുവേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് നോക്കിക്കേ. അവിടെ റോഡിൽ ചളി നിറഞ്ഞിട്ടുണ്ട്, വണ്ടി താഴ്ന്നു പോകും. ഒരു പലക ഇട്ടാൽ വണ്ടി താഴ്ന്നു പോകില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു ആ ഒരു ഡെയിലി ലൈഫിൽ നടക്കുന്ന ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ ഫുള്ള് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതിന്റെ ഉത്തരം എന്താണെന്നുള്ളത് നമുക്ക് വഴിയേ പഠിച്ചു വരാം. ഓക്കെ, അതായത് നോക്കിക്കേ, വിവിധ തരം ബലങ്ങളുണ്ട്. ഭൂമി എല്ലാ വസ്തുക്കളിലും ഒരു ആകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത്. നമുക്കറിയാം, ചന്ദ്രനിലും ഭൂമിയിലും ഒക്കെ വസ്തുവിന്റെ ഭാരങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഭൂമി എല്ലാ വസ്തുക്കളിലും ഒരു ആകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഒരേ ഭാരം വ്യത്യസ്ത രീതിയിൽ പ്രയോഗിക്കപ്പെടുന്നതിന്റെ, അതായത് ഒരേ സ്പോഞ്ച് തന്നെയാണ് രണ്ടും വെച്ചിരിക്കുന്നത്. രണ്ടിലും എങ്ങനെയാണ് ഈ പറയുന്ന കല്ല് വെച്ചിരിക്കുന്ന രീതി എന്താണ്, വ്യത്യാസമാണ്. ഇപ്പൊ നോക്കിക്കേ, എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന്. ഇവിടെ ഈ കല്ല് നമ്മുടെ ഈ വെച്ചിരിക്കുന്ന ഈ ഒരു പ്രതലത്തിന്റെ മുകളിൽ പലതരത്തിലാണ് വെച്ചിരിക്കുന്നത് അല്ലെ. ഈ സ്പോഞ്ചിന്റെ മുകളിൽ ആദ്യം എന്താണ്, അത് കുത്തനെ നിർത്തിയിരിക്കുകയാണ്. അതായത് അവിടെ പ്രതല വിസ്തീർണം വളരെ കുറവാണ്. ഇവിടെ നോക്കിക്കേ, ഈ സ്പോഞ്ചിന്റെ പുറത്തേക്ക് ഇതിങ്ങനെ ചരിച്ചിട്ടിരിക്കുകയാണ്. അതായത് ഇത് തമ്മിൽ കോണ്ടാക്ട് വരുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. ഇവിടെ നോക്കിക്കേ, ഈ മെത്തയുടെ പുറത്ത് ഇയാൾ എന്ത് ചെയ്യുകയാണ്, കയറി നിൽക്കുകയാണ് അല്ലെ. ഇവിടെ ഈ മെത്തയും ഇയാളും തമ്മിൽ വരുന്ന ആ കോണ്ടാക്ട് വരുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇവിടെ നോക്കിക്കേ, അയാൾ കിടക്കുവാണ്. അതായത് മെത്തയും ഇയാളും തമ്മിലുള്ള കോണ്ടാക്ട് വളരെ കൂടുതലാണ്, പ്രതല വിസ്തീർണം. അപ്പൊ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ പറയുന്ന പ്രതല വിസ്തീർണം എന്ന് പറയുന്നത് നമ്മുടെ മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ. നോക്കിക്കേ, മെത്തയിൽ നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും കുട്ടിയുടെ ഭാരത്തിൽ എന്താണ്, മാറ്റം വരുന്നില്ല. എല്ലാ സമയത്തും എന്താണ്, ഇങ്ങനെ വെച്ചാലും ഒരേ കല്ല് തന്നെയാണ് വെക്കുന്നത്. ആ കുട്ടി ഇങ്ങനെ നിന്നാലും എന്താണ് അല്ലെ, അതിങ്ങനെ കിടന്നാലും എന്താണ്, രണ്ടും ഒരേ ആള് തന്നെയാണ്. അവിടെ എന്താണ്, ഭാരത്തിന് വ്യത്യാസം വരുന്നില്ല. പക്ഷേ അവിടെ അത്രയും ആഴ്ന്ന ആ ഒരു പ്രഷർ അവിടെ കിട്ടാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ നമുക്ക് എന്താണ്, പ്രതല പരപ്പളവ് എന്ന് പറയുന്നത് മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടർ ആയിട്ട് നമ്മളിവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു മൊട്ടുസൂചിയുടെ മേളിലേക്ക് നമ്മളൊരു എന്താണ്, ഒരു ബലൂൺ വെച്ചിട്ട് അതിന്റെ മേളിൽ നമ്മളൊരു വെയിറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഉറപ്പായിട്ടും ഈ ബലൂൺ എന്ത് ചെയ്യും, പെട്ടെന്ന് പൊട്ടിപ്പോകും. പക്ഷെ ഇങ്ങനെയാണ് അതിനെ ആ ഒരു സെറ്റപ്പ് വെക്കുന്നതെങ്കിൽ എന്താണ്, അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കുറച്ചും കൂടി ഡിലേ ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് നോക്കാം. സ്പോഞ്ചിൽ ഇഷ്ടിക വെക്കുമ്പോൾ ലംബമായി വെക്കുമ്പോൾ, ലംബം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ലംബമായി വെക്കുമ്പോൾ എന്താണ്, സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവും എന്താണ്, അവിടെ കുറവായിരിക്കും. ഓക്കെ, തിരശ്ചീനമായി വെക്കുമ്പോൾ, തിരശ്ചീനം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ എന്താണ്, അവിടെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, ഈ ഒരു താഴ്ച, അതായത് നന്നായിട്ട് മർദ്ദം ഇവിടെ കൂടുതലായിരിക്കും. ഇവിടെ മർദ്ദം എന്തായിരിക്കും, ആ ഒരു കംപ്രഷൻ എന്തായിരിക്കും, അവിടെ കുറവായിരിക്കും. നിൽക്കുമ്പോൾ, കുട്ടി മെത്തയിൽ നിൽക്കുമ്പോൾ ആ പ്രതല പരപ്പളവോടെ കുറവാണ്. കിടക്കുമ്പോഴാണെങ്കിലോ പ്രതല പരപ്പളവ് കൂടുതലാണ്. ഒരു ആണി ഉപയോഗിക്കുമ്പോൾ, ആണിയുടെ മുകളിൽ ബലൂൺ വെച്ചിട്ട് ആണി ഉപയോഗിക്കുമ്പോൾ എന്താണ്, അവിടെ പ്രതല പരപ്പളവ് കുറവാണ്. കൂടുതൽ ആണി ഉപയോഗിക്കുമ്പോൾ അവിടെ പ്രതല പരപ്പളവ് എന്താണ്, കൂടുതലാണ്. ഓക്കെ, ഒരേ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളിൽ തന്നെ പ്രതല പരപ്പളവ് മാറുമ്പോൾ വ്യത്യസ്ത ഫലങ്ങൾ, അതായത് മർദ്ദത്തിലുള്ള വ്യത്യാസമാണ്. അപ്പൊ എന്താണ് മർദ്ദം എന്ന് നമുക്ക് നോക്കാം. യൂണിറ്റ് പരപ്പളവിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. യൂണിറ്റ് പരപ്പളവ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതെന്ന് പറയുന്നത് 1 മീറ്ററും 1 മീറ്ററും ആണെങ്കിൽ 1 മീറ്റർ സ്ക്വയർ. യൂണിറ്റ് പരപ്പളവിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലമാണ് എന്തെന്ന് പറയുന്നത്, മർദ്ദം എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ടേക്ക് മുന്നിലെത്തുന്നത് ഞാനായിരിക്കും. നോക്കിക്കോ, ആരാണ്, താറാവും തവളയെന്ന് കോഴിയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, നമുക്കറിയാം ഈ താറാവിന്റെയൊക്കെ വിരലുകൾ എന്ന് പറയുന്നത്, വിരൽ ഇതിങ്ങനെയാണെങ്കിൽ പോലും അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്, ഇതിങ്ങനെ ഒരു പാട നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് അവയ്ക്ക് ചെളിയിലൂടെയും അവിടെ ഒരു പ്രതല പരപ്പളവ് കൂടാൻ വേണ്ടിയാണ്, അവർക്ക് എന്താണ്, താഴ്ന്നു പോകാതിരിക്കാൻ അവരെ കൂടുതലും ചെളിയിലൂടെയൊക്കെയല്ലേ നടക്കുന്നത്. അപ്പൊ നടക്കുമ്പോൾ ആ ഒരു പ്രതല പരപ്പളവ് കൂടുതലായി കിട്ടി അവിടെ എന്താണ്, അവർക്ക് ഒന്നുകൂടെ ഒന്ന് ഉയർന്നു നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ കാലുകൾ അങ്ങനെ ആ ഒരു രീതി വരുന്നിരിക്കുന്നത് അല്ലെ. കോഴിയുടെ കാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയാണ് അതിന്റെ വിരലുകൾ വരുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യും,
ഭൂമിയും പെട്ടെന്ന് അത് പൂണ്ടുപോകും. അതുകൊണ്ടാണ് ഇവിടെ താറാവ് പറയുന്നത് എനിക്ക് ചെളിയിലൂടെ പെട്ടെന്ന് ഇനി ഞാനാണ് പെട്ടെന്ന് മുന്നിലെത്തുന്നതെന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്. 2 കോൺക്രീറ്റ് സ്ലാബുകൾ മണലിൽ വെച്ചിരിക്കുന്ന ചിത്രമാണ് തന്നിരിക്കുന്നത്. ഇതിന്റെ മൊത്തം ഭാരമാണ് തന്നിരിക്കുന്നത് 18 ന്യൂട്ടൺ. ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് 0.36 മീറ്റർ സ്ക്വയർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ഈ ചിത്രത്തെ അടിസ്ഥാനമാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പട്ടിക പൂർത്തിയാക്കാൻ ഇവിടെ തന്നിരിക്കുന്നത് 4 താഴെ വെച്ചിട്ട് മുകളിലോട്ടുള്ളത്. ഇവിടെ എന്താണ് ഒരെണ്ണമാണ് താഴെയുള്ളത്. ഇനി മണലിൽ അനുഭവപ്പെടുന്ന ബലം എത്രയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് അനുസരിച്ച് ഇവിടെ മണൽ അനുഭവപ്പെടുന്ന ബലം എന്ന് ചോദിക്കുമ്പോൾ മൊത്തം ബലം എത്രയാണ് എങ്ങനെ നോക്കിയാലും ഇതിന്റെ ടോട്ടൽ ബലം എന്ന് പറയുന്നത് ഇവർ പറഞ്ഞിട്ടുണ്ട് 18 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മണലിൽ അനുഭവപ്പെടുന്ന ബലം. ഇനി ഇവിടെ എന്താണ് സർഫസ് ഏരിയ ഓഫ് ദ കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇവിടെ 0.36 ഒരെണ്ണത്തിന്റെ. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 4 സർഫസുമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. അതായത് 1.44 ഇനി ഇവിടെയും എന്താണ് ഒരെണ്ണത്തിന്റെ നമുക്കറിയാം 0.36 കണ്ട, ഒരെണ്ണം മാത്രമാണ് നമ്മുടെ ഭൂമിയുമായിട്ട് ടച്ച് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തത് 0.36 ഇനി കണ്ടുപിടിക്കേണ്ടത് യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ്. അതായത് ടോട്ടൽ 18നെ ഇതിന്റെ സർഫസ് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 12.5 ആണ്. ഇവിടെ എത്രയാണ്? 18നെ അതിന്റെ പരപ്പളവായ 0.36 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നത് 50 ന്യൂട്ടൺ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടത്തെ മൊത്തത്തിലുള്ള ആ ഒരു മർദ്ദം എന്ന് പറയുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് വരേണ്ടത്? 12.5 ഇവിടെ 50 അതായത് ഇവിടെ എന്താണ് പരപ്പളവ് കൂടുതലാണ്, 4 കട്ടകളാണുള്ളത്. ഇവിടെ പരപ്പളവ് കുറവാണ്. അപ്പൊ പരപ്പളവ് എന്ന് പറയുന്ന വസ്തു ആ ഒരു ഫാക്ട് എന്താണ്? നമ്മുടെ മർദ്ദത്തെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്നുണ്ട്. എങ്ങനെ? വിപരീത അല്ലെ, പരപ്പളവ് കൂടുന്നതനുസരിച്ച് എന്താണ് മർദ്ദം എന്ത് സംഭവിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. മണലിൽ ലംബമായി അനുഭവപ്പെടുന്ന ഇതിനെയാണ് നമ്മൾ വ്യാപക മർദ്ദം. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തെ പറയുന്ന പേരാണെന്ത്? വ്യാപക മർദ്ദം. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് എന്ത് പറയുന്നത്? മർദ്ദം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് മർദ്ദത്തിന് ഇക്വേഷൻ എഴുതാം? മർദ്ദം P ആണെങ്കിൽ വ്യാപക മർദ്ദം അവിടുത്തെ ബലം ഫോഴ്സ് എന്ന് പറയും അല്ലെ. പരപ്പളവിനെ A എന്നും പറഞ്ഞാൽ എന്ത് വരും? മർദ്ദം എന്ന് പറഞ്ഞാൽ വ്യാപക മർദ്ദം ഡിവൈഡഡ് ബൈ പരപ്പളവ്. ഇതാണ് ഇക്വേഷൻ. P = F/A. ഇതാണ് അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. യൂണിറ്റ് എന്ത് വരും? എഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോഴ്സ് ന്യൂട്ടൺ ആണ് വരേണ്ടത്. ബലം അല്ലെ, ബലം ന്യൂട്ടൺ ആണ്. അവിടെ പരപ്പളവ് എന്ന് പറയുമ്പോൾ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ അവിടുത്തെ യൂണിറ്റ് എന്ന് പറയുന്ന ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. SI യൂണിറ്റ് ചോദിച്ചാൽ എന്താണ്? പാസ്കൽ ആണ് മർദ്ദത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഓരോന്നിന്റെയും SI യൂണിറ്റുകളൊക്കെ പഠിച്ചു അല്ലെ. ക്യാൻഡല പറഞ്ഞു, ആംബിയർ പറഞ്ഞു, വൈദ്യുതപ്രവാഹ തീവ്രത അല്ലെ, പിന്നെന്താണ് നീളം പറഞ്ഞു, നീളത്തിന്റെ എന്താണ് മീറ്റർ ആണെന്നും സമയം സെക്കൻഡ് ആണെന്നും താപനില കെൽവിൻ ആണെന്നും ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഫസ്റ്റ് ചാപ്റ്ററില്. ഇനിയിപ്പോ നോക്കിക്കേ, അപ്പൊ ഇവിടെ എന്തായിരിക്കും? സ്ലാബ് ഇതിന്റെ മർദ്ദം എന്ന് പറയുന്നത് 12.5 പാസ്കൽ എന്ന് പറയാം. ഇവിടെ എന്താണ് സ്ലാബ് 2 പ്രയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ 50 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 50 പാസ്കൽ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. ഇനി അവർ പറയുന്നത് ഒരേപോലെ തന്നെ കോൺക്രീറ്റ് അല്ലെ പലതരത്തിൽ വെച്ചിരിക്കുകയാണ്. ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, പരപ്പളവ് ഇവിടെ ഇത്രയും വശത്തുണ്ട്, ഇവിടെ എന്താണ് ഇത്രയും വശത്തുണ്ട്, ഇവിടെ എന്താ ചെറിയൊരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഏതിലായിരിക്കും മർദ്ദം കൂടുതൽ വരുന്നത്? ഓപ്ഷൻ ഇതിലായിരിക്കും മർദ്ദം കൂടുതൽ വരേണ്ടത്. വ്യാപക മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ സന്ദർഭങ്ങൾ മർദ്ദം പ്രതല പരപ്പളവിന് വിപരീത അനുപാതത്തിലായിരിക്കും. എന്താണ് മർദ്ദം? എന്തിന്? പ്രതല പരപ്പളവിന് വിപരീത അനുപാതം. അതായത് നമുക്കറിയാം പ്രതല പരപ്പളവ് കൂടുവാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? മർദ്ദം കുറഞ്ഞു വരും. ഓക്കെ ആണല്ലോ. മർദ്ദം കുറയുമ്പോൾ നമുക്ക് പറയാം അവിടെ പ്രതല പരപ്പളവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതായത് പ്രതല പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുകയും പ്രതല പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുകയും ചെയ്യും. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. നമ്മുടെ മൊട്ടുസൂചി അല്ലെ, മൊട്ടുസൂചിക്ക് നമുക്കറിയാം ഇങ്ങനെ ഒരു പോയിന്റ് ഇവിടെ ഇങ്ങനെയും ഉണ്ട്. ഇതല്ലേ നമ്മുടെ മൊട്ടുസൂചി എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഒരു പോയിന്റ് ഇവിടെ താഴേക്ക് വരുമ്പോഴേക്കും എന്താണ്? പോയിന്റ് ആയിട്ടായിരിക്കും അല്ലെ ഇരിക്കുന്നത്. ഈ ഒരു പോയിന്റ് നമുക്ക് ഒരു എന്തെങ്കിലും ഒരു സ്പോഞ്ചിലേക്ക് കുത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം അവിടെ ഏരിയ പോയിന്റ് ആ ഒരു ഏരിയ, അതായത് നമ്മുടെ മൊട്ടുസൂചിയും
നമ്മുടെ ആ ഒരു സ്പോഞ്ച് ആണെങ്കിൽ ആ സ്പോഞ്ചുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഏരിയ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അവിടെ പ്രതല പരപ്പളവ് വളരെ കുറയും തോറും എന്ത് സംഭവിക്കുന്നുണ്ട്? മർദ്ദം വളരെ കൂടിക്കൊണ്ടിരിക്കും. ഇനി ഇതേ സാധനം തന്നെ നമ്മൾ മൊട്ടുസൂചി നമ്മൾ തിരിച്ചു വെച്ചിട്ടാണ് എങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ കുത്തുന്നതെങ്കിലോ, നമ്മൾ നേരത്തെ കയറി പോയ പോലെ അത്ര എളുപ്പത്തിൽ എന്ത് ചെയ്യില്ല, ഈ മൊട്ടുസൂചി അകത്തേക്ക് കയറില്ല. അവിടെ പ്രതല പരപ്പളവ് കൂടുതലും, മർദ്ദം അപ്പോൾ എന്തായിരിക്കും? മർദ്ദം അവിടെ കുറവായിരിക്കും. മർദ്ദം കൂടുന്നതനുസരിച്ചാണ് അത് ഉള്ളിലേക്ക് കൂടുതലായി പോകുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ ഡെയിലി ലൈഫിൽ എക്സാമ്പിൾസ് പറയുന്നത്. നമ്മുടെ സ്കൂൾ ബാഗിൽ നമുക്കറിയാം ഈ വള്ളിയുടെ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്ന കുറയുന്ന അനുസരിച്ച് നമുക്ക് എന്താണ് വെയിറ്റ് നമുക്ക് കൂടുതലായിട്ട് തോന്നും അല്ലെ. നമ്മുടെ ഇങ്ങനെ തോളത്ത് അതിങ്ങനെ ആഴ്ന്നിറങ്ങുന്ന പോലെ തോന്നും, അവിടെ വേദന കൂടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ബാഗിന്റെയൊക്കെ സ്ട്രാപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ വീതിയിൽ പണിയുന്നത്. കാര്യം അത് അത്യാവശ്യം വെയിറ്റ് ഉണ്ടെങ്കിൽ പോലും അവിടെ പ്രതല പരപ്പളവ് കൂട്ടുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് അത് ആ തരുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അത് ഇത്ര സ്പ്ലിറ്റ് ആയിട്ട് പൊക്കോളും. ഓക്കെ, ഇനി നോക്കിയൊക്കെ ഇവിടെ എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കത്തി മുറിക്കുമ്പോൾ, കത്തി കൊണ്ട് നമ്മൾ ഒരു ആപ്പിൾ മുറിക്കുമ്പോൾ നമുക്കറിയാം ഇതിന്റെ കത്തി എന്ന് പറയുന്നതിന്റെ ഒരു എഡ്ജ് എന്തായിരിക്കും? വളരെ പോയിന്റഡ് ആയിരിക്കും അല്ലെ. അവിടെ പ്രതല പരപ്പളവ് വളരെ കുറവാണ്. അതേപോലെ തന്നെയാണ് ഇത് 2 വീലാണെങ്കിൽ അതിനെ തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു ചങ്ങലയുണ്ടാകും. എന്തിനാണ് ആ ചങ്ങല വെക്കുന്നത്? അവിടുത്തെ പ്രതല പരപ്പളവ് ഏരിയ എന്ത് ചെയ്യാനായിട്ട്? കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഏരിയ കൂടുമ്പോൾ മർദ്ദം കുറയും. മർദ്ദം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ താഴ്ന്നു പോകാം. അതായത് മണലാണെങ്കിൽ പോലും ചെളിയാണെങ്കിൽ പോലും അതത്ര പെട്ടെന്ന് എന്ത് ചെയ്യില്ല? താഴ്ന്നു പോകില്ല. മൂന്നാമത്തെ പിക്ചർ നോക്കിയൊക്കെ, ഇങ്ങനെ ഒരാൾ കിടക്കുന്നു അല്ലെ. അല്ലെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ ഇപ്പൊ നമ്മൾ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ഓരോ ആണിയൊക്കെ അടിച്ചു വെച്ചിട്ടും അതിൽ ഡാൻസ് കളിക്കുന്നത്. കാര്യം അവിടെ പ്രതല പരപ്പളവ്, നമ്മുടെ വെയിറ്റ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എന്താണ്? കൂടുതൽ സ്ഥലങ്ങളിലേക്കാണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ അത്ര പെട്ടെന്ന് വേദന എടുക്കാത്തത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഖരത്തിന്റെ കാര്യം കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ദ്രാവക മർദ്ദത്തിനാണ്. ഈ പറയുന്ന ഖരത്തിനായിക്കോട്ടെ, ദ്രാവകത്തിനായിക്കോട്ടെ, വാതകത്തിനായിക്കോട്ടെ, എല്ലാത്തിനും ഈ പറയുന്ന മർദ്ദം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ട്. ഓക്കെ, അതായത് ഇവരൊരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മുടെ കയ്യിൽ നല്ലൊരു പോളിത്തീൻ കവർ എടുത്ത് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് കൈ വെള്ളത്തിലേക്ക് മുക്കി കഴിഞ്ഞാൽ ഈ പോളിത്തീൻ കവറിന് എന്ത് സംഭവിക്കും? നമ്മുടെ കൈയോടെ ഒട്ടിപ്പിടിക്കും. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന വാട്ടർ നമ്മുടെ ഈ പോളിത്തീൻ കവറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രഷർ, ഒരു മർദ്ദം, ഒരു ദ്രാവക മർദ്ദം അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ദ്രാവകം ലംബമായി പ്രയോഗിക്കുന്ന ബലത്തെയാണ് നമ്മൾ വ്യാപക മർദ്ദം എന്ന് പറയുന്നത്. ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദമാണ് എന്ത്? ദ്രാവക മർദ്ദം. ഓക്കെ ആണല്ലോ. ഒരു ദ്രാവകം ലംബമായി, മറ്റേത് എന്താണ് നമ്മൾ പറഞ്ഞത്? അവിടെയും നമ്മൾ വ്യാപക മർദ്ദം, അതായത് മർദ്ദം എന്ന് പറയുന്നത് F/A ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. മർദ്ദം P, പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ്, വ്യാപക മർദ്ദം / A ആയിരിക്കും. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും. ഇവിടെ ദ്രാവകത്തിന്റെ കേസിൽ ആയതുകൊണ്ട് അതിന് എന്ത് പറയാം? നമുക്ക് ദ്രാവക മർദ്ദം എന്ന് പറയാം. ഇനി ഇവർ പറയുന്നത് ഒരു എക്സ്പെരിമെന്റ് ആണ് പറയുന്നത്. ഒരു കുപ്പിയിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് എന്താണ് ഒരു ഹോൾ ഇടുക, എന്നിട്ട് കൈ മാറ്റുമ്പോഴേക്കും ഇങ്ങനെ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കും. ഇതിന്റെ ലെങ്ത് കുറയുന്നതനുസരിച്ച് ഇതെന്താണ് ഇങ്ങനെ വെള്ളത്തിന്റെ അളവ് എന്തായും കുറയും, പുറത്തേക്ക് ചീറ്റുന്ന ആ ഒരു ഇത്. അതായത് ദ്രാവകത്തിന്റെ ആഴം കൂടുന്തോറും മർദ്ദം കൂടുന്നു. അതായത് ഡെപ്ത് എത്രത്തോളം കൂടുന്നുവോ, അതായത് നോക്കിക്കേ, ഇത്രയും ഡെപ്ത് ആണെങ്കിൽ അതിന്റെ എന്താണ്? മർദ്ദം വളരെ ശക്തിയിലായിരിക്കും ആ ഫോഴ്സ് അതാ പുറത്തേക്ക് വരുന്നത്. അപ്പൊ ദ്രാവക മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഒരു ഫാക്റ്റ് ആണ് എന്താ? ആഴം അഥവാ ഉയരം എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഖരങ്ങളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞ? മെയിൻ ആയിട്ട് പ്രതല വിസ്തീർണം പറഞ്ഞു. പ്രതല വിസ്തീർണവും മർദ്ദവും എന്താണ്? വിപരീത അനുപാതം. പ്രതല വിസ്തീർണം കൂടുമ്പോൾ മർദ്ദം കുറയും. ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞത്? ആഴം പറഞ്ഞു. ആഴവും മർദ്ദവും അല്ലെ. ആഴം കൂടുന്നതനുസരിച്ച് മർദ്ദവും കൂടും. ആഴവും മർദ്ദവും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, വിപരീത അനുപാതത്തിലാണെന്ന് പറയാം. ഇനി നമുക്ക് നെക്സ്റ്റ് ദ്രാവക മർദ്ദത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത്? സാന്ദ്രത എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു എക്സ്പെരിമെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് വലിയ കാര്യമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടൊന്നും ഇല്ല. ജസ്റ്റ് ആ ഒരു എക്സ്പെരിമെന്റും ഈ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച്, അതായത് ഇതിന്റെ ആഴവുമായിട്ട് ബന്ധപ്പെട്ടാണ് പഠിക്കുന്നത്. ഇനി അവരോട് പറയുന്നുണ്ട് ഇതിലിവിടെ ഉപ്പ് ലായനി ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും എന്നും കൂടി ചോദിക്കുന്നുണ്ട്. അതായത് ഉപ്പ് ലായനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനെന്താണ്? സാന്ദ്രത കൂടുതലാണ്. വ്യത്യസ്ത സാന്ദ്രതയുള്ള ദ്രാവകങ്ങളാണ് ജലവും ഉപ്പ് ലായനിയും. ഉപ്പ് ലായനിക്ക് ജലത്തിനേക്കാൾ സാന്ദ്രതയുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ കൂടെ പഠിക്കേണ്ടത്.
ദ്രാവകത്തിന്റെ സാന്ദ്രത അത് പ്രയോഗിക്കുന്ന മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. ദ്രാവകത്തിന്റെ സാന്ദ്രത വർദ്ധിക്കുമ്പോൾ ദ്രാവകത്തിന്റെ സാന്ദ്രത കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? മർദ്ദവും എന്ത് ചെയ്യും? കൂടും. ആഴം ദ്രാവകത്തിന്റെ ആഴം കൂടുന്നതനുസരിച്ച് മർദ്ദവും എന്ത് സംഭവിക്കുന്നുണ്ട്? കൂടുന്നുണ്ട്. അപ്പൊ ദ്രാവകത്തിന്റെ കാര്യം വരുമ്പോൾ രണ്ടും എന്താണ്? അത് നേരനുപാതത്തിലാണ്. അപ്പൊ നോക്കിക്കേ, ദ്രാവക മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാമത്തതാണ് അതിന്റെ ഉയരം അഥവാ ആഴം എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? അതിന്റെ സാന്ദ്രത. സാന്ദ്രതയും എന്താണ്? ഇതിനെ സ്വാധീനിക്കുന്നതാണ്. ദ്രാവക മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? മർദ്ദമാപിനി. എന്താണ്? മർദ്ദമാപിനി എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ മർദ്ദമാപിനി എന്ന് പറയുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ നമ്മൾ എന്താണ് പല സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. അതിന്റെ റീഡിംഗ് ഒക്കെ രേഖപ്പെടുത്താനാണ്. നമുക്ക് അത് എന്തായാലും നമുക്ക് ഒരു PSC ബേസിൽ നമുക്ക് എന്താണ് അത് ആവശ്യമായിട്ടില്ല. ഇനി ഒരു പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ദ്രാവക മർദ്ദം എന്ന് പറയുന്നത്, ഈ ദ്രാവക മർദ്ദം നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ എന്താണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ്രാവക മർദ്ദം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയായിരിക്കാം നമുക്ക് പറയാനായിട്ട്? നമ്മൾ എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ വാട്ടർ ടാങ്ക് ഒക്കെ എന്താ വീടിന്റെ മുകളിലായിരിക്കും വെക്കുന്നത്? അവിടുത്തെ ആ ഒരു മർദ്ദം, ആ ഒരു പ്രഷർ വേരിയേഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വീടിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നത്? വാട്ടർ ടാങ്കുകളും അതേപോലത്തെ പൈപ്പ് ലൈൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ് ഓയിൽ ടാങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഓയിൽ ടാങ്ക് ഒക്കെ നല്ല ഭയങ്കര തിക്കായിട്ടുള്ള മെറ്റൽസ് കൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം എന്താണ്? അതിൻ്റെ ഉള്ളിലെ ഓയിൽ ഒത്തിരി ക്വാണ്ടിറ്റിയിൽ ഓയിൽ പോകുമ്പോഴേക്കും അവിടെ എന്താണ്? മർദ്ദം വളരെ കൂടുതലായിരിക്കും. പിന്നെ എന്താണ്? അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഈ പറയുന്ന ദ്രാവക മർദ്ദവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി പറയുന്നത് വാതകമർദ്ദമാണ്. അപ്പൊ ദ്രാവകം കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്? വാതകമർദ്ദമാണ്. ഖരപദാർത്ഥങ്ങൾക്കും ദ്രാവകങ്ങൾക്കും എന്നുള്ളത് പോലെ തന്നെ എന്താണ്? വാതകങ്ങൾക്കും ഉണ്ട് മർദ്ദം, അല്ലെ? നമുക്കറിയാം, ടയറൊക്കെ നമ്മൾ കാറ്റടിക്കാൻ ചെല്ലുമ്പോൾ അവർ ആദ്യം എന്ത് ചെയ്യും? പ്രഷർ ചെക്ക് ചെയ്യും, അല്ലെ? ചെക്ക് ചെയ്തിട്ടാണ് അവർ അതിനുള്ളിൽ വായു നിറയ്ക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ വാതകത്തിന്റെ കണികകൾ ഒരു പ്രതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ ചെലുത്തുന്ന ബലമാണ് വാതകമർദ്ദം. അപ്പൊ എന്താണ് വാതക മർദ്ദം എന്ന് പറയുന്നത്? യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തെയാണ് നമ്മൾ വാതകമർദ്ദം എന്ന് പറയുന്നത്. അവിടെ വാതകമർദ്ദത്തെ സ്വാധീനിക്കുന്ന, അപ്പൊ നമ്മൾ പറഞ്ഞു ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് നമ്മൾ അതിന്റെ സാന്ദ്രത പറഞ്ഞു. സാന്ദ്രത കൂടുകയാണെങ്കിൽ എന്താണ്? മർദ്ദം കൂടുതലായിരിക്കും. പിന്നെ എന്താണ് പറഞ്ഞത്? ആഴം അല്ലെങ്കിൽ ഉയരം കൂടുന്നതനുസരിച്ച് മർദ്ദം എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് കണികകൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ ബലൂണിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് വായു ഊതിക്കയറ്റി. അപ്പൊ നമുക്ക് എന്താ? അതിനുള്ളിൽ വാതക കണികൾ കുറച്ചേ ഉള്ളൂ. അവിടെ നമ്മൾ എന്താണ്? ബലൂൺ പൊട്ടിപ്പോകില്ല, അല്ലെ? അവിടെ മർദ്ദം കുറവായിരിക്കും. ഇവിടെ എന്താണ്? ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഇഷ്ടംപോലെ വായു നമ്മൾ ഊതി വീർപ്പിക്കണം. അതായത് ഇതിനുള്ളിൽ വാതക കണികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പൊ വാതക കണികളുടെ എണ്ണം എന്ന് പറയുന്നത് അവിടെ എന്താണ്? മർദ്ദം കൂടുതലായിട്ട് വരും. അതിനുള്ളിൽ ഇത് എക്സാമ്പിൾ ആയിട്ട് ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്കറിയാം, ഒരു ഇത്രയും ഉള്ള ഒരു ക്ലാസ്, രണ്ട് ഒരേപോലത്തെ ക്ലാസ്സിനുള്ളിലേക്ക് നമ്മൾ ഇവിടെയും 10 പിള്ളേരുണ്ട്, ഇവിടെയും 10 പിള്ളേരുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഒരേപോലത്തെ അല്ല, ഇവിടെയും 10 പിള്ളേരുണ്ട്, ഇവിടെയും 10 പിള്ളേരുണ്ട്. ഈ 10 പിള്ളേരെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ അവർക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റും. പക്ഷെ അല്ലെ, ഇവിടെ 10 പിള്ളേരെന്ന് പറഞ്ഞാൽ സുഖമായിട്ട് നിൽക്കാൻ പറ്റും. ഇവിടെ എന്താണ്? ഇത് ചെറുതാണ്. ഇവിടെ എന്താണ്? ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കഴിഞ്ഞാൽ ഇവിടെ തിക്കും തിരക്കും ബഹളമൊക്കെ ആയിരിക്കും. അവിടെ എന്താണ്? ഒരു മർദ്ദം കൂടുതലായിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത്, ഒരേ സാധനം തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ സാധനമാണ് ഒന്ന് തന്നെ. ഇവിടുത്തെ പിള്ളേരുടെ എണ്ണം എന്താണ്? വളരെ കൂടുതലാണ്. ഇവിടെ ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇത് വീർത്ത് അങ്ങ് വന്നിട്ട് ഒരു ടൈം കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ബലൂൺ അങ്ങ് പൊട്ടിപ്പോകും, അല്ലെ? അതായത് കണികകളുടെ എണ്ണം കൂടി വരുമ്പോൾ മർദ്ദം അവിടെ എന്ത് ചെയ്യും? കൂടി വരും. ഓക്കെ ആണല്ലോ. അതായത് ഈ ഒരു ക്ലാസ്സിൽ നമ്മളിപ്പോ പറയുന്ന പോലെ ഒരേപോലത്തെ ക്ലാസ്സിൽ നമ്മളുടെ 10 കുട്ടികളുണ്ട്. ഇവിടെയും ആദ്യം 10 കുട്ടികൾ. ഇവിടെ നമ്മൾ വീണ്ടും നമ്മളൊരു 10 കുട്ടികളെയും കൂടി കൊടുത്തു. അവിടെ എന്താണ്? ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് അവിടെ നിൽക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവത്തില്ല. വീണ്ടും നമ്മൾ അടുത്ത 10 പിള്ളേരെ കൊടുത്തു. വീണ്ടും അവിടെ 30 പിള്ളേരായി. അപ്പൊ അവിടെ എന്താണ്? ഈ പിള്ളേർ തമ്മിലുള്ള ഇടിയും ബഹളം ഒക്കെ ആകാൻ തുടങ്ങും, അല്ലെ? അവർക്ക് ആദ്യം നിന്ന പോലെ അത്ര സുഖമായിട്ട് നിൽക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ വരുമ്പോഴേക്കും എണ്ണം കൂടുന്നതനുസരിച്ച് അവിടെ എന്ത് സംഭവിക്കും? മർദ്ദം എന്താണ്? വാതകമർദ്ദം കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നെക്സ്റ്റ് ആണ് എന്ത്? കണികകളുടെ എണ്ണം വാതകമർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കാം,
അപ്പൊ വ്യത്യസ്ത വലിപ്പമുള്ള 2 ബലൂണുകളിലാണ് ഒരേ അളവ് വായു നിറച്ചാൽ 2 ബലൂണിലെയും വാതകണികളുടെ എണ്ണം തുല്യമായിരിക്കും. ഏത് ബലൂണിലായിരിക്കും കൂടുതൽ മർദ്ദം അനുഭവപ്പെടുക? അപ്പൊ നമ്മൾ പറഞ്ഞു ഒരേപോലെയുള്ള 2 ബലൂൺ എടുത്തു. ഓക്കെ, ഇതിലും നമ്മൾ എന്ത് ചെയ്തു? അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരേപോലുള്ള ഒന്ന് വലിയൊരു ക്ലാസ് റൂമും ഒന്ന് ചെറിയ ക്ലാസ് റൂമുമാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 10 കുട്ടികളെ നിറച്ചു. ഇവിടെയും 10 കുട്ടികൾ. ഇവിടെ ഈ 10 കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇവർക്ക് നല്ല സുഖമായിട്ട് നിൽക്കാൻ പറ്റും. ഇവിടുത്തെ 10 കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇവർ ചിലപ്പോൾ തിങ്ങി നെരിഞ്ഞായിരിക്കും നിൽക്കുന്നത്. അതായത് വ്യാപ്തം എന്ന് പറയുന്നത് വാതകങ്ങളുടെ മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. വ്യാപ്തം കൂടുന്നതനുസരിച്ച് അവിടെ എന്ത് സംഭവിക്കും? അവർക്ക് അവിടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഊതി വീർപ്പിച്ച ഒരു ബലൂൺ എന്താണ്? ബലൂൺ വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എന്തായിരിക്കും പറ്റുന്നത്? വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അതങ്ങ് പൊട്ടിപ്പോകാൻ തുടങ്ങും. അതിനുള്ള റീസൺ എന്താണ്? ഓക്കെ, അപ്പൊ അതിനുള്ള റീസൺ എന്താണ്? അത് പൊട്ടിപ്പോകാനുള്ള കാരണം എന്ന് പറയുന്നത് താപനില എന്ന് പറയുന്നത് മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. അവിടെ താപം കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? താപം കൂടി കൂടി വരുമ്പോഴേക്കും മർദ്ദം അവിടെ ഓട്ടോമാറ്റിക് അവിടെ കൂടിക്കൊണ്ടിരിക്കും അല്ലെ? മർദ്ദം കൂടുന്നതനുസരിച്ച് താപവും കൂടും. അതാണ് നമ്മുടെ പ്രഷർ കുക്കറിലെ തത്വം എന്ന് പറയുന്നത്. നമുക്കറിയാം പ്രഷർ കുക്കറിൽ അടച്ചു വെച്ച് കഴിയുമ്പോഴേക്കും അതിനുള്ള പ്രഷർ പ്രഷർ തിങ്ങി നിൽക്കുമായിരിക്കും. സാധാരണ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളക്കുമ്പോൾ പ്രഷർ കുക്കറിൽ ഏകദേശം 110ഓളമാണ് വേണ്ടത്. അതായത് അവിടെ താപനില കൂടുതലാണ്. ഓക്കെ, താപനില കൂടുമ്പോൾ അവിടെ എന്താണ്? മർദ്ദം കൂടുമ്പോൾ താപനിലയും കൂടും. മുകളിലെ പ്രവർത്തനങ്ങളിൽ നിന്നും വാതക മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അഥവാ കണികകളുടെ എണ്ണം. നെക്സ്റ്റ് എന്താണ്? വ്യാപ്തം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വാതക മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. രണ്ടാമത്തതാണ് താപനിലയും എന്ത് ചെയ്യുന്നുണ്ട്? മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ അന്തരീക്ഷ മർദ്ദത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇതേപോലെ തന്നെയാണ് അന്തരീക്ഷ മർദ്ദം. അന്തരീക്ഷ വായു വസ്തുക്കളിൽ മർദ്ദം പ്രയോഗിക്കുന്നുണ്ട് അല്ലെ? അതായത് അതന്നെയാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്കെയില് മേശയുടെ മുകളിൽ വെക്കുക. ചെറിയ ഉയരത്തിൽ നിന്നും ഐസ്ക്രീം ബോൾ സ്കെയിലിലേക്ക് വീഴുന്നില്ലേ? സ്കെയിലിന് മുകൾ A4 വലിപ്പമുള്ള ഒരു പേപ്പർ വെക്കുക. ബോൾ ഇതേ രീതിയിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇടുക. സ്കെയിൽ വീഴാതിരിക്കാനുള്ള റീസൺ. അതായത് നമ്മൾ എന്ത് ചെയ്തു? ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പൊ സ്കെയിൽ നമ്മൾ മേശപ്പുറത്ത് വെച്ചിട്ട് നമ്മൾ ചുമ്മാ ഒരു ബോൾ ഇടുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സ്കെയിലും താഴെ വീഴും അല്ലെ? പക്ഷെ അതിന്റെ മുകളിൽ ഒരു പേപ്പർ നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്യുവാണെങ്കിൽ, നമ്മളൊരു ബോൾ തട്ടിയിട്ട് കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഉള്ളതല്ല, ഒരു ഐസ്ക്രീം ബോളൊക്കെ ഇടുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് താഴെ പോവില്ല. കാരണം എന്താന്നാ ചോദിച്ചിരിക്കുന്നത്. കാര്യം ഈ പറയുന്ന ഇതിന്റെ മുകളിലെ വായു എന്ന് പറയുന്നത് ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അന്തരീക്ഷ വായു വസ്തുക്കളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബലം. അതിനെയാണ് നമ്മൾ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുയൂപത്തിന്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. ഓക്കെ, എല്ലാത്തിലും അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, മർദ്ദം എന്ന് പറയുന്നത് യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ഒരു ബലമായിരിക്കും. അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതെപ്പോഴും ബാർ ആണ്. ബാർ. അപ്പോൾ അത് അളക്കുന്നതാണ് എന്തെല്ലോ? ബാരോമീറ്റർ ആണ് കേട്ടോ, ബാർ. അപ്പൊ അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് ആണെങ്കിൽ എന്താണ്? ബാർ ആണ്. ഇതേപോലെ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുയൂപത്തിന്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. എങ്കിൽ ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കും? അന്തരീക്ഷ മർദ്ദത്തിൽ എന്ത് മാറ്റം ഉണ്ടാകും? എന്താണ് സംഭവിക്കുന്നത്? ഉയരം കൂടുന്തോറും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരും. ഹൈറ്റ് കൂടുമ്പോൾ പ്രഷർ കുറയുന്നു. അതാണ് നമ്മൾ ഇപ്പൊ ഏറ്റവും എക്സാമ്പിൾസ് പറയുന്നത്. ഇപ്പൊ എയറോപ്ലെയിനിൽ പോകുന്നവനാണെങ്കിൽ അത് മുകളിലേക്ക് പോകുന്തോറും എന്ത് സംഭവിക്കും? ചെവി അടയും അല്ലെ? അല്ലെങ്കിൽ മൂക്കിന്ന് ചോര വരും, ചെവി വേദന എടുക്കും. അതിനൊക്കെയുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈറ്റിലേക്ക് പോകും തോറും അവിടെ ചുറ്റുപാടുള്ള അന്തരീക്ഷ മർദ്ദം എന്തായിരിക്കും? കുറവായിരിക്കും. പക്ഷെ നമ്മുടെ ബോഡിക്കുള്ളിൽ എന്തായിരിക്കും? ഒരു പ്രഷർ ഉണ്ട്. ആ പ്രഷറും ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക്. അതാണ് ഈ പർവ്വതത്തിന് മുകളിൽ കയറുന്നവരുടെയൊക്കെ മൂക്കിൽ നിന്നൊക്കെ ചോര വരുന്നതിന്റെ റീസണും ഏതാണ്? നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ ഉള്ളിലത്തെ പ്രഷർ എന്തായിരിക്കും? ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ അത് നമ്മുടെ പുറത്തെ പ്രഷർ തമ്മിൽ എന്ത് ചെയ്യും? അവർ ഒരേപോലെ ആകാൻ ശ്രമിക്കുമ്പോൾ എന്ത് പറ്റും? ഇതങ്ങ് പൊട്ടിപ്പോകും. പ്രഷർ കൂടി ബ്ലഡ് വെസൽസ് പൊട്ടും. അങ്ങനെയാണ് മൂക്കിൽ നിന്നൊക്കെ ചോര വരുന്നത്. സമുദ്രനിരപ്പിലെ അന്തരീക്ഷ മർദ്ദം പ്രമാണ അന്തരീക്ഷ മർദ്ദം എന്നറിയപ്പെടുന്നു. എന്താണ്? സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇതിനെയാണ് നമ്മൾ 1 അഥവാ 0.6 മീറ്റർ ഉയരവും യൂണിറ്റ് പരപ്പളവുമുള്ള രസയൂപത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതൊന്ന് പഠിച്ചു വെക്കണേ. 0.76 മീറ്റർ ഉയരവും യൂണിറ്റ് പരപ്പളവുമുള്ള രസയൂപത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്.
അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്താ ബാരോമീറ്റർ എന്ന് പറയുന്നത്. ഇനി അന്തരീക്ഷ മർദ്ദം എത്രത്തോളം ശക്തമാണെന്ന് കാണിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഇവർ പറയുന്നത്. ഒരു അലൂമിനിയം ക്യാൻ എടുത്തിട്ട് അതിൽ നിറയെ ചൂടുവെള്ളം ഒഴിച്ചു കളയണം. എന്നിട്ട് ക്യാൻ അടച്ച ശേഷം പെട്ടെന്ന് തണുത്ത വെള്ളത്തിലേക്ക് വെക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന്. പെട്ടെന്ന് ഈ ക്യാൻ അങ്ങ് ചുരുങ്ങും. കാര്യം ഈ പുറത്തുള്ള, അതായത് അകത്തെ മർദ്ദം എന്തായിരിക്കും, ക്യാൻ തണുക്കുമ്പോൾ ഉള്ളിലത്തെ മർദ്ദം എന്ത് ചെയ്യും, പെട്ടെന്ന് കുറയും. പുറത്ത് അന്തരീക്ഷ മർദ്ദവുമായിട്ട് എന്ത് ചെയ്യും, അന്തരീക്ഷ മർദ്ദം കൂടുതലായിരിക്കും. ഇത് തമ്മിൽ എന്ത് ചെയ്യും, ഞെരുക്കപ്പെടും. കണ്ടോ, അതാണ് ഇതിങ്ങനെ ഇങ്ങനെ എന്താണ് ചുക്കിച്ചുളിഞ്ഞു പോകുന്നത്. 1 മീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഒരു മേശയുടെ ഉപരിതലത്തിൽ അന്തരീക്ഷ മർദ്ദം പ്രയോഗിക്കുന്ന ബലം എന്ന് പറയുന്നത് നോക്കിക്കേ 1 പാസ്കൽ ഇൻറ്റു 1 മീറ്റർ സ്ക്വയർ ആണ്. നോക്കിക്കേ, ഇതാണ് കേട്ടോ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. 10, 13, 25 പാസ്കൽ ആണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അതാണ് അതിന്റെ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. അപ്പൊ 1 പാസ്കൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ 1 മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന്റെ ബലം എത്ര വരും, അത്രയും ന്യൂട്ടൺ ആണ് നമ്മൾ അതിന്റെ ബലം എന്ന് പറയുന്നത്. അതിന് നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ആണ് തന്നിരിക്കുന്നത്. അതായത് വായുവിന്റെ ഈ അന്തരീക്ഷ മർദ്ദം എത്രത്തോളം ഉണ്ട്, വായുവിന്റെ മർദ്ദം എത്രത്തോളം ഉണ്ടെന്ന് അറിയിക്കാനുള്ള ഒരു പരീക്ഷണമായിരുന്നു പണ്ട് 1654 ഓട്ടോ ഫോൺ ഗറിക്ക 2 ചെമ്പ് പാത്രങ്ങൾ എന്താണ് മാഗ്ഡെർബ് അർദ്ധഗോളങ്ങൾ എന്ന് പറയുന്നത് 2 ചെമ്പ് പാത്രങ്ങളുടെ ഉള്ളിൽ നിന്ന് പൊള്ളയാക്കിയ ശേഷം എന്താ അതിൻ്റെ ഉള്ളിൽ നിന്ന് വായു നീക്കം ചെയ്തിട്ട് കൂട്ടിപ്പിടിപ്പിക്കും. ഓക്കെ, ഇതെന്താണ്, ഒരിക്കലും അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അവിടെ ഇങ്ങനെ പുറത്തേക്ക്, അതായത് ഇത്രയും കുതിരകളെ നിർത്തിയിട്ട് വലിച്ചിട്ട് പോലും അത് രണ്ടും കൂടി സെപ്പറേറ്റ് ആയിരുന്നില്ല എന്ന്. അതായത് വായുമർദ്ദം എന്ന് പറയുന്നത് അത്രയ്ക്ക് ശക്തമാണ്. അത് രണ്ടും കൂടി ഒട്ടിച്ചു വെക്കണമെന്നല്ല, ചുമ്മാ അതിങ്ങനെ കണക്ട് ചെയ്തേക്കുവാണ് ഉള്ളിൽ നിന്ന് വായു നീക്കം ചെയ്തിട്ട്. ഓക്കെ, ദ്രാവകങ്ങളിലേതുപോലുള്ള വാതകങ്ങളിലും മർദ്ദം എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ദിശകളിലേക്കും വരുന്നുണ്ട്. ഒരേപോലെ തന്നെ എല്ലാ അടുത്തേക്കും വരുന്നുണ്ട്. അതിനൊരു പരീക്ഷണമാണ് പറയുന്നത്. ഗ്ലാസ്സിൽ ജലം നിറച്ച ശേഷം കാർഡ്ബോർഡ് കൊണ്ട് അടയ്ക്കണം. കൈ കൊണ്ട് കാർഡ്ബോർഡ് നന്നായി അമർത്തിപ്പിടിച്ച് ഇതിനെ തലകീഴായി കമിഴ്ത്തിയ ശേഷം കൈ സാവധാനം മാറ്റുമ്പോൾ ജലം എന്ത് ചെയ്യും, താഴേക്ക് വീഴില്ല. കാരണം എന്താണ്, ഇവിടെ ഒരു വായു നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാർഡ്ബോർഡ് പേപ്പറിലേക്ക് ഒരു മർദ്ദം കൊടുക്കുന്നുണ്ട്. ആ മർദ്ദം കൊണ്ട് ഇത് എന്ത് ചെയ്യും, ഇതിനെ അങ്ങനെ ക്ലോസ് ചെയ്ത് അങ്ങനെ വെക്കും. മർദ്ദ സന്തുലനം നോക്കിക്കേ, ഇവിടെയും ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താണ് ഒരു പാത്രത്തിൽ എന്താണ് മെഴുകുതിരി അച്ചു വെച്ചിട്ട് നമ്മൾ എന്താണ് ഒരു ഗ്ലാസ് കൊണ്ട് അടക്കുമ്പോൾ ഈ വാട്ടർ എല്ലാം ഇതിൻ്റെ അകത്തേക്ക് കയറും. മെഴുകുതിരി എന്ത് സംഭവിക്കും, കെട്ടുപോകും കേട്ടോ. ഗ്ലാസിനുള്ളിലെ മർദ്ദവും ഗ്ലാസിന് പുറത്തെ അന്തരീക്ഷ മർദ്ദവും തുല്യമാകുന്നത് മൂലമാണ് ജലനിരപ്പ് താഴാതെ നിൽക്കുന്നത്. ഈ പുറത്തെ മർദ്ദവുമായിട്ട് എന്ത് ചെയ്യും, ഇതങ്ങ് ഈക്വൽ ആയിട്ട് നിൽക്കും. ശരിക്കും നമുക്കറിയാം ഇതിങ്ങനെ കയറി നിൽക്കേണ്ട കാര്യമില്ല, ഇതിങ്ങനെ ലെവലേ ആയിരിക്കണം നിൽക്കേണ്ടത്. പക്ഷെ ഇത് കയറി നിൽക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് പുറത്തെ മർദ്ദവും അകത്തെ മർദ്ദവും കൂടി ഈക്വൽ ആയിരിക്കുന്ന സമയമായതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഒരു എക്സ്പെരിമെന്റ് ആണ് ഇവർ പറയുന്നത്. ഒരു സിറഞ്ചിന്റെ പിസ്റ്റൺ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതിന്റെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക. നമ്മൾ ഇതിനെ എങ്ങനെയൊക്കെ ഈ പിസ്റ്റനെ പുറകോട്ട് വലിച്ചിട്ട് നമ്മൾ വിട്ടാലും ഇത് പഴയ പൊസിഷനിലേക്ക് തന്നെ വന്ന് നിൽക്കും. കാര്യം അവിടെയും എന്താണ്, ഈ പറയുന്ന മർദ്ദം ഈക്വൽ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അവിടെയും ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. താഴെ തന്നിരിക്കുന്ന സന്ദർഭങ്ങൾ വായിച്ച് അതിനുള്ള കാരണങ്ങൾ കണ്ടെത്താനാണ് പറയുന്നത്. റബ്ബർ സക്കറുകൾ മിനുസമുള്ള പ്രതലത്തിൽ പറ്റിപ്പിടിക്കുന്നു. റബ്ബർ സക്കർ എന്ന് പറയുന്നത് നമുക്കറിയാലോ എന്താണ്, ഇപ്പൊ കുട്ടികളുടെയൊക്കെ കളിത്തോക്കിലും അതേപോലെ തന്നെ നമ്മൾ ഈ മൊബൈൽ സ്റ്റാൻഡൊക്കെ ഇതിൽ വെക്കത്തില്ലേ, നമ്മുടെ കാറിന്റെ ബോണറ്റിലൊക്കെ വെക്കുന്ന ആ ഒരു സക്കറില്ലേ, ഇങ്ങനെ സക്ക് ചെയ്ത് വെക്കുന്നത്, ആ സാധനത്തിനെയാണ് പറയുന്നത്. അത് മിനുസമുള്ള പ്രതലത്തിൽ പറ്റിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വായു നീക്കം ചെയ്യുന്ന മൂലമാണ്. ഓക്കെ, അതിനുള്ള വായു, അതിൻ്റെ ഉള്ളിലെ പ്രഷറും പുറത്ത് പ്രഷറും തമ്മിൽ എന്താണ് ആ ഒരു ഈക്വൽ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ പ്രഷർ കുറവായിരിക്കും. അപ്പൊ എന്താണ്, പുറത്തുള്ള പ്രഷർ കൂടുതലായിരിക്കും. ഇതിനെ എന്ത് ചെയ്യും, ഇങ്ങനെ തള്ളി പിടിച്ചുകൊണ്ടിരിക്കും. അതാണ് അങ്ങനെ അത് സക്ക് ചെയ്ത് അങ്ങനെ നിൽക്കുന്നത്. പർവ്വതാരോഹകർ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്നു. റീസൺ എന്താണ്, ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസ് ചെയ്യും. ഹൈറ്റ് കൂടുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അവിടെ നിന്ന് മൂക്കിൽ നിന്നൊക്കെ ചോര വരുന്നത്. ഡ്രിപ്പ് ഇഞ്ചക്ഷൻ നൽകുമ്പോൾ ഇഞ്ചക്ഷന്റെ ബോട്ടിൽ സൂചി കൊണ്ട് തുളകൾ ഇടുന്നു. അവിടെയും എന്താണ്, തുളകൾ ഇടുമ്പോൾ അവിടെ എന്താണ്, ഒരു എയർ ഫ്ലോ ഉണ്ടാകും അല്ലെ. ഇതിങ്ങനെ എയർ ഫ്ലോ ഇല്ലെങ്കിൽ എന്താണ്, ഇതിങ്ങനെ ലോക്കായി പോകും. ഒരു എയർ ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്, ആ ഒരു നമ്മുടെ അതിനുള്ളിലുള്ള കൊടുക്കുന്ന മരുന്ന് നമ്മുടെ കയ്യിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, അതിനുള്ള എയർ ഇല്ലെങ്കിൽ അതെന്താണ്, അതവിടെ ലോക്കായി നിൽക്കുന്നു. ചുരം കയറുന്ന വാഹനങ്ങളിൽ ഇരിക്കുന്ന യാത്രക്കാർക്ക് ചെവിവേദന അനുഭവപ്പെടുന്നു. അതിൻ്റെ റീസണും എന്താണ്, മുകളിലേക്ക് പോകുന്തോറും ഓൾട്ടിറ്റ്യൂഡ് ഉയരം കൂടുന്നതനുസരിച്ച് മർദ്ദം കുറയും. മർദ്ദം കുറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ അകത്തുള്ള മർദ്ദവും പുറത്തുള്ള മർദ്ദവും തമ്മിലുള്ള ആ ഒരു ബാലൻസ് ആവാതെ വരുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ചെവിവേദന എടുക്കുന്നത്. ചരക്ക് വാഹനങ്ങളുടെ ടയറുകളുടെ എണ്ണം കൂടുതലായിരിക്കും. എന്തുകൊണ്ടായിരിക്കാം, ചരക്ക് വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ എന്താണ്
കുറേ സാധനങ്ങൾ ഉണ്ടാകും അല്ലെ. അതിന് നിങ്ങൾക്കറിയാം 6 വീല് 12 വീലൊക്കെ ഉണ്ടാകും. റീസൺ എന്താണ്? ഇവിടെ പരപ്പളവ് എന്താണ്? പരപ്പളവ് കൂടുന്നതനുസരിച്ച് അവിടെ മർദ്ദം കുറയും അല്ലെ. മർദ്ദം കുറയുമ്പോൾ അതെന്താണ്? പെട്ടെന്നൊന്നും പൂണ്ടു പോകില്ല. മണ്ണില അല്ലെങ്കിൽ ഇപ്പൊ ചെടിയിൽ കൂടിയൊക്കെ പോയാലും എന്ത് ചെയ്യും? പൂണ്ടു പോകില്ല. വിമാനം ഉയരത്തിലൂടെ പറക്കുമ്പോൾ ചില യാത്രക്കാർക്ക് മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്നു. സെയിം തന്നെയാണ്. ഉയരം കൂടുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും? കുറയുന്നുണ്ട്. അക്വേറിയത്തിൽ നിന്നും താഴെ നിന്നും വരുന്ന ജലകുമിളകളുടെ വലിപ്പം കൂടി 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 വരും. അതിലുള്ള റീസണും എന്താണ്? മുകളിലേക്ക് വരുംതോറും അവിടെ മർദ്ദം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ വലിപ്പം എന്ത് ചെയ്യുന്നത്? കൂടി 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 വരുന്നത്. ഓക്കെ. അതായത് ബോട്ടത്തിൽ എപ്പോഴും എന്തായിരിക്കും? അവിടെ പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും. മുകളിലേക്ക് വരുന്നതോറും പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും. കെട്ടിടങ്ങളുടെ തറ പണിയുമ്പോൾ അടിഭാഗം വീതി കൂട്ടി നിർമ്മിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? കെട്ടിടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഒത്തിരി വെയിറ്റ് ഒക്കെ വരേണ്ടതാണ്. അപ്പോൾ താഴ്ഭാഗം എന്താണ്? വീതി കൂട്ടി ബിൽഡ് ചെയ്യുമ്പോഴേക്കും അവിടെ എന്താണ്? കുറച്ചും കൂടി എന്താണ്? സ്ട്രോങ് ആയിരിക്കും അല്ലെ. ബിൽഡിങ് സ്ട്രോങ് ആയിരിക്കും, സേഫ് ആയിരിക്കും. ഒരു കുപ്പിയിൽ നിറച്ചിരിക്കുന്ന ജലത്തിന്റെ അടിയിൽ നിന്നും കുമിളകൾ പൊങ്ങി വരുന്നത് ഏതായിരിക്കും? കറക്റ്റ് പിക്ചർ എന്നാ ചോദിക്കുന്നത്. നമ്മൾ പറഞ്ഞു താഴെ നിന്ന് മുകളിലേക്ക് വരുംതോറും വലിപ്പം കൂടി 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 വരും. ഇവിടെ എന്താണ്? തിരിച്ചാന്നിരിക്കുന്നത്. ഇതല്ല, ഇത് ഒരേ വലിപ്പമാണ്. അതുമല്ല, ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. വലിപ്പം കൂടി 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 വരും. ഇവിടെ അല്ലെ ഷഫിൾ ചെയ്ത് തന്നിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. ഇതിൽ ഓരോന്നിലും ഒരേ ദ്രാവകം നിറച്ചിരിക്കുന്നുവെങ്കിൽ അടിഭാഗത്ത് അനുഭവപ്പെടുന്ന മർദ്ദത്തിൽ എന്ത് വ്യത്യാസം? ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനായിരിക്കും മർദ്ദം കൂടുതൽ. നമുക്കറിയാം പ്രതല വിസ്തീർണമായിട്ട്. പക്ഷെ നമുക്കറിയാം എന്താ? ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്ന 2 ഫാക്ടേഴ്സ് ആണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് സാന്ദ്രതയാണ്, രണ്ടെന്ന് പറയുന്നത് ഉയരം അഥവാ ആഴമാണ്. ഇവിടെ എന്താണ്? ആഴമെല്ലാം സെയിം ആണ്, ഒരേ ദ്രാവകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സാന്ദ്രതയും സെയിം ആണ്. അപ്പൊ ഇവിടുത്തെ മർദ്ദം എന്ന് പറയുന്നത് 3 തുല്യമായിരിക്കും മർദ്ദം. ഓക്കെ. തുറന്നു വെച്ച പാത്രത്തിൽ പാചകം ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ പ്രഷർ കുക്കറിൽ പാചകം ചെയ്യാൻ സാധിക്കുന്നു. പ്രവർത്തന തത്വം എന്തായിരിക്കും? തുറന്നു വെച്ച് പാചകം ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ അടച്ചു വെക്കുമ്പോൾ, പ്രഷർ കുക്കറിൽ അടച്ചു വെക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? മർദ്ദം കൂടുതലാണ്. മർദ്ദം കൂടുമ്പോൾ മർദ്ദവും താപനിലയും എന്താണ്? നേരനുപാതത്തിലാണ്. മർദ്ദം കൂടുന്നതനുസരിച്ച് അവിടെ എന്താണ്? തിളക്കാനുള്ള ആ താപനില അവിടെ കൂടിക്കൊണ്ടിരിക്കും. അതായത് 100 ഡിഗ്രി സെൽഷ്യസിൽ ആണ് ഒരു നോർമൽ വെള്ളം തിളക്കുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തിളക്കാൻ സമയം കൂടുതൽ എടുക്കും. താപനില കൂടുതൽ വേണം, കൂടുതൽ ചൂട് കിട്ടും. അപ്പൊ എന്ത് സംഭവിക്കും? ഫുഡ് പെട്ടെന്ന് വേഗം. അതാണ് നമ്മുടെ പ്രഷർ കുക്കറിന്റെ തത്വം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി 8ാം ക്ലാസ്സിലെ ബാക്കി ചാപ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.